എവ്രിവൺ, ഗുഡ് മോർണിംഗ്. ഇത് മെയ് 15 ആണ്. ദുഃഖത്തിൻ്റെ പേര് സ്വന്തം അവഗുണങ്ങളോടുള്ള അടിമത്തമാണ്. ശരി, നമ്മുടെ സഫറിങ്ങിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ബുദ്ധൻ പറയുന്ന പോലെ അറ്റാച്ച്മെൻ്റ് ആണ് സഫറിങ്ങിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. നമുക്ക് അവനാവശ്യമായിട്ടുള്ള മോഹങ്ങൾ, അറ്റാച്ച്ഡ് അല്ലാതെ ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വേദനകളും സഫറിങ്സും വരില്ല. എങ്ങനെയൊക്കെ വേദന വരുന്ന ഒരു കാര്യം ആഗ്രഹിച്ച് കിട്ടിയില്ല, ഒരു ആഗ്രഹം വന്നോടെ ഓക്കെ, അത് നമുക്ക് ഉള്ളതാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കില്ല. ഈ ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നമുക്ക് സഫറിങ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവഗുണങ്ങളോടുള്ള അടിമത്തമാണ്. അവഗുണങ്ങൾ മീൻസ് നല്ലതല്ലാത്ത ഗുണങ്ങൾ, ഈഗോ, സെൽഫിഷ്നെസ്, ക്ലിങ്ങിങ്നെസ്, ഇതിന് ഒരാളെ മേൽ അള്ളി പിടിച്ച് നിൽക്കുന്ന ക്യാരക്ടർ, അങ്ങനത്തെ ഒക്കെ വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്ന് കളക്റ്റീവ് ഗൈഡൻസ് ആയിട്ട് ആകാശ് റെക്കോർഡ്സ് വഴി നമുക്ക് ഒരു ഓട്ടോറേറ്റിംഗ് വഴി ഗൈഡൻസസ് കൂടി പറഞ്ഞിട്ട് ടാരോയിലേക്ക് പോവാം കേട്ടോ. കോയിൻസിഡൻസ്, നിങ്ങൾക്ക് ഒരുപാട് കോയിൻസിഡൻസ് കാണുന്ന ആളുകൾക്ക് ലൈഫ് ഇപ്പോൾ വരാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. പീസ്, ഹാർമോണിയൊക്കെ റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. അതുപോലെ ഡിസ്റ്റർബൻസസ്, എനിക്കിതൊരു മൈൻഡോ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്, മെൻ്റൽ ഡിസ്റ്റർബൻസസ് വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. കൂടാതെ സോളാർ പ്ലെക്സസ് ചക്ര, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയിലെ ആക്ടിവേഷൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബബൽ മൊമെന്റ്സ് കൂടുക, പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് പ്രാവശ്യമൊക്കെ വാഷ്റൂമിൽ പോകാനുള്ള ചാൻസസ് ഒക്കെ തോന്നുക, വയറിനൊരു ഗുളുഗുളു, അങ്ങനത്തെ ഒരു ഗ്യാസ് ട്രബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കമ്പാഷനേറ്റ്, നിങ്ങളുടെ പേഴ്സണ് കമ്പാഷനേറ്റ് ആവുന്നുണ്ട്. ആൻഡ് റോക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹയർ സെൽഫിലേക്ക്, മുകളിലേക്ക് പോകാനുള്ള കപ്പാസിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കളയരുത്. നിങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ മേലോ അല്ലെങ്കിൽ ഒരു കരിയറിൻ്റെ മേലോ നോക്കിയിരുന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യൽസ്, നിങ്ങൾ ആരാണ് എന്ന് അറിയേണ്ടത്, അത് മറന്നു പോകരുത് എന്നും കൂടെ പറയുന്നുണ്ട്. ഇൻറ്റേർണൽ അഫയേഴ്സ്, നിങ്ങളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള അഫയേഴ്സ്, നിങ്ങളുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നു. ഓക്കെ, പിന്നെ എനിക്കുള്ളൊരു ഗൈഡൻസ് ആയിരുന്നു സ്റ്റാർ സീഡിൻ്റെ കാര്യം. ഇതിലൊരുപാട് പേർക്ക് സ്റ്റാർ സീഡായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറ്റി അറിയാനുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയുക നമ്മൾ ഈ ഭൂമിയിൽ വന്ന് മരിക്കുന്നതിനൊക്കെ മുന്നേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കളക്റ്റീവ് ഗൈഡൻസസ് കിട്ടിയത് ഓട്ടോ റൈറ്റിങ്ങിലൂടെ. ഇനി നമുക്ക് ടാരോ നോക്കി വെക്കാം. ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഫാദർ വൂൺസ് ഉണ്ടെങ്കിൽ, മദർ വൂൺസ്, ഫാദർ വൂൺസ് ഉള്ളവരാണ് കാണുന്നത്. ഈ മൂൺ കാർഡ് മദറിന്റെ എനർജി പറയും, ഫാദറാണ് എംപറർ ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഈ വൂൺസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യുക. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വരുന്ന മുറിവുകൾ ഇന്നർ ചൈൽഡ് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻസ് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് അവരിൽ നിന്ന് എന്താണ് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് അതിനെ മാറ്റിയിട്ട് നല്ല അനുഭവം കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെൻഡക്കിൾസ്, 3 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആയിട്ട് വന്നു ആൻഡ് 2 ഓഫ് സോൾസ് ബോട്ടം ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തീരുമാനം ലൈഫിൽ എടുക്കാൻ പറ്റാതെ ട്രബിളായി നിൽക്കുന്നവരുണ്ട്. ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് കിട്ടും, ക്ലാരിറ്റി കിട്ടും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ജഗ്ലിങ് ചെയ്ത് നിൽക്കാതിരിക്കുക. നിങ്ങൾ കരിയർ റിലേറ്റഡ്